Hi all. റീനീറ്റ് എക്സ്റേ ചാപ്റ്റർ വൈസ് അനാലിസിസിൽ കെമിസ്ട്രിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആ ചാപ്റ്ററിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമേ റീനീറ്റ് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സിഗ്നിഫിക്കൻറ്റ് ഫിഗേഴ്സ് പഠിക്കുമ്പോൾ അതിൽ റൗണ്ടിങ് ഓഫ് നമ്പേഴ്സ് റൗണ്ട് ചെയ്ത് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതിൽ ഇവർ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യനിൽ 3 ഫിഗേഴ്സ് ആഫ്റ്റർ ദി ഡെസിമൽ പോയിന്റ്. അപ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം അവിടെ ആദ്യം കൊടുത്തിരിക്കുന്ന നമ്പർ 17.0145 ആണ്. അപ്പോൾ ഡെസിമൽ പോയിന്റിന് ശേഷം ഉള്ള ആ 3 ഡിജിറ്റ്സ് ആണ് നമ്മൾ അവിടെ റൗണ്ട് ചെയ്ത് എഴുതുക. അപ്പോൾ അതിൽ 4th ഡിജിറ്റ് 5ൽ കൂടുതലാണെങ്കിൽ നമുക്കറിയാം ആ ഡെസിമൽ പോയിന്റിന് ശേഷമുള്ള മൂന്നാമത്തെ ഡിജിറ്റിൽ 1 കൂട്ടി എഴുതണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ കറക്റ്റ് 5 ആണ്. 5 വരുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ ഈ പ്രിസീഡിങ് നമ്പർ ഉണ്ടല്ലോ 4, അത് ഈവൻ നമ്പറാണ്. ഈവൻ നമ്പർ ആണെങ്കിൽ നമ്മൾ അവിടെ 1 ആഡ് ചെയ്യേണ്ട കാര്യം ഇല്ല, അതുപോലെ തന്നെ കൊടുത്താൽ മതി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ നമ്പർ നമ്മൾ റൗണ്ട് ചെയ്യുന്ന സമയത്ത് 17.014 എന്ന് തന്നെ കൊടുക്കാം. അതേസമയം സെക്കൻഡ് നമ്പർ ഉണ്ടല്ലോ 21.0235 ആണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ചെയ്യേണ്ട ആ നമ്പർ ഇല്ലേ, അത് 3 ആണ്. ദാറ്റ് ഈസ് ആൻ ഓഡ് നമ്പർ അല്ലേ. ഓഡ് നമ്പർ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവിടെ 1 ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോഴത്തേക്കും 21.024 എന്ന് നമ്മൾ അവിടെ കൊടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4 ആണ്. 17.014 ആണ് ആദ്യത്തേത്. രണ്ടാമത്തേത് 21.024 എന്ന് നമ്മളവിടെ 1 ആഡ് ചെയ്ത് കൊടുക്കണം. അത് ഓഡ് നമ്പർ ആയതുകൊണ്ടാണ് കേട്ടോ. ഓഡ് നമ്പർ വന്നാൽ ആഡ് ചെയ്യണം, ഈവൻ നമ്പർ വന്നാൽ ആഡ് ചെയ്യണ്ട. 5 വരുമ്പോഴാണ്, 5ൽ കൂടുതലാണെങ്കിൽ എപ്പോഴും നമ്മൾ 1 ആഡ് ചെയ്യണം. കറക്റ്റ് 5 വന്നാൽ ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ 4 ആണ്. Next question. Amount of carbon dioxide evolved upon complete combustion of 116 gram of butane അതായത് C4H10 ആണ് അല്ലേ. C4H10. അപ്പോൾ ഇത് ബാലൻസ്ഡ് ഇക്വേഷൻ ആയിട്ട് നമ്മളിത് എഴുതുമ്പോൾ നമ്മളിങ്ങനെ പഠിക്കുക, CXHY പ്ലസ് X പ്ലസ് Y/4O2 ഇതാണ് കംപ്ലീറ്റ് കമ്പൽഷൻ. അപ്പോൾ അവിടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് XCO2 പ്ലസ് Y/2 വാട്ടർ. അപ്പോൾ ഇവിടെ നമുക്ക് X എന്ന് പറയുന്നത് 4 ആണ്, Y എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? C4H10 പ്ലസ് 4 പ്ലസ് 10/4O2 gives 4CO2 പ്ലസ് 10/2 H2O. കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ എഴുതുവാണെങ്കിൽ C4H10 പ്ലസ് ഇത് 2 പ്ലസ് 5/2 എന്ന് വരും. അല്ലെങ്കിൽ നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 13/2O2 എന്ന് നമുക്ക് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 കാർബൺ ഡൈ ഓക്സൈഡ് പ്ലസ് 5 വാട്ടർ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? 1 മോൾ ബ്യൂട്ടൈൻ ഗീവ്സ് 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. 1 മോൾ ബ്യൂട്ടൈൻ കംപ്ലീറ്റ് കമ്പൽഷൻ നടക്കുമ്പോൾ 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ലിബറേറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ എമൗണ്ട് മാസ്സാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റിനകത്ത് നമുക്ക് ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ ബ്യൂട്ടൈൻ്റെ മോളാർ മാസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുവാണെങ്കിൽ അവിടെ അറ്റോമിക് മാസുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആഡ് ചെയ്ത് മോളാർ മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ മോളാർ മാസ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 58 ആണ് അല്ലേ. കാർബൺ 4 അല്ലേ, അതുപോലെ തന്നെ ഹൈഡ്രജൻ 10 അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 48 പ്ലസ് 10 അതായത് 58 ഗ്രാം എന്നാണ് മോളാർ മാസ് വരിക. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഗിവൺ മാസ് 116 ആണല്ലോ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 116 ബൈ മോളാർ മാസ് 58 അതായത് 2 മോൾ ആണ് അല്ലേ. അപ്പോൾ 2 മോൾ ബ്യൂട്ടൈൻ ആണെന്നുണ്ടെങ്കിൽ 1 മോൾ ബ്യൂട്ടൈൻ ഗീവ്സ് 4 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും 2 മോൾ ബ്യൂട്ടൈൻ ഗീവ്സ് 8 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണല്ലോ. 8 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് മാസ് കണ്ടുപിടിക്കാമല്ലോ. therefore mass of carbon dioxide is equal to number of moles into molar mass. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ മോളാർ മാസ് 44 ആണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഫൈനൽ ആൻസറിലേക്ക് എത്താൻ സാധിക്കും. ദാറ്റ് ഈസ് 352 ഗ്രാം ആണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. കംപ്ലീറ്റ് കമ്പൽഷനിൽ 2 മോൾ ബ്യൂട്ടൈൻ ഗീവ്സ്
എന്താണ് 8 മോൾ കാർബൺ ഡൈ ഓക്സൈഡ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 352 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു റീനീറ്റ് എക്സാമിന് ബേസിക് കോൺസെപ്റ്റ്സിൽ നിന്ന് വന്നിരുന്നത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. സിഗ്നിഫിക്കൻറ്റ് ഫിഗർ അങ്ങനെ ചോദിക്കാറുണ്ടായിരുന്നില്ല, പക്ഷേ ഈ വർഷം ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. വേറെ സെക്കൻഡ് ക്വസ്റ്റ്യൻ യൂഷ്വൽ ചോദിക്കാറുള്ള കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് എപ്പോഴും കാണാറുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. മോൾ കോൺസെപ്റ്റ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക് യു ഓൾ.